പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംരക്ഷണം മാത്രമല്ല എല്ലാ, അത് ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ പറയുന്നത്, നമ്മുടെ സാക്ഷ്യം അപ്പിടണം നോക്കിക്കണേ. സാക്ഷ്യപ്പെടുന്നത് അദ്ദേഹം വാങ്ങിച്ച പുതിയൊരു സ്ഥലത്ത് വലിയ ഉയരമുള്ള ഒരു അകലെ, ആ സ്ഥലത്തിന് നടുവാണ് ഒരു പഴയ വയസ്സൻ ആഞ്ഞിൽ നിൽക്കുക. അപ്പോൾ ഇത് കാറ്റത്ത് എങ്ങാനും ചുവട് പറഞ്ഞ് വീഴുകയാണെങ്കിൽ ഇങ്ങൻ്റെ വീട് കുറച്ച് 10-20 മീറ്റർ അകലെയാണെങ്കിലും ഇത് ചാഞ്ഞ് നിൽക്കുന്ന സംഭവമാണ്. ഇത് വീണ് കഴിഞ്ഞാൽ ഇയാളുടെ പെരേ വന്ന് വീഴും. പക്ഷെ ആ മനുഷ്യനോട് വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നടുക്ക് നിൽക്കണ ആഞ്ഞിലിയാണ്, ഇതുമായിട്ട് ബന്ധമില്ല. ശരിക്കും വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്നാലും പുള്ളിക്കാരൻ പേടിച്ച് കിട്ട് വെട്ടാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ്, അത് നിങ്ങളുടെ തലയെ വന്ന് വീണിട്ടില്ലല്ല, വീണ മുമ്പ് ഇങ്ങനെ ഗസ് ചെയ്തിട്ട് ഇത് വീഴുമെന്നും പറഞ്ഞുകൊണ്ട് ഗസ് ചെയ്തിട്ട് എൻ്റെ പുരയിടത്തിലെ വസ്തു എങ്ങനെയാണ് ഞാൻ കളയണത്, അതിന് റൈറ്റ് നിങ്ങൾക്കില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല, ബ്ലോക്കാവും. ഇപ്പോൾ ഈ ബ്ലോക്ക് ജീവിതത്തിൽ ജീവിതം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാണുന്നത് ജീവിതത്തിൻ്റെ സ്വാഭാവിക യഥാ വിഷയങ്ങളല്ലേ, അതിനെ എങ്ങനെയാണ് വചനവുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. എല്ലാം ഉടമ്പടിയുടെ പരിധിയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ റഡാറിൽ വരുന്നതാണ് ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങളും. ഒരെണ്ണത്തിന് കർത്താവ് മറ്റൊന്ന് RDO ആണെന്ന് പറയരുത്. അത് ഇപ്പോൾ പാർട്ടിക്കാരോട് ഇന്ന് പറഞ്ഞു, ചേട്ടാ ഈ ആഞ്ഞിൽ വെട്ടണമെന്ന് പറഞ്ഞാൽ അവരോട് പറയും അത് RDOക്ക് പെറ്റീഷൻ കൊടുക്കണം, അതിന് വില്ലേജ് ഓഫീസിൽ പോയി വേണമെന്ന് പറയും. അതാണ് എൻ്റെ ലോകത്തിലെ നിയമം, അതാണ് നിയമം. അപ്പം അങ്ങനെ RDO വന്നാലും വെട്ടാൻ പറ്റത്തില്ല. കാര്യം ഇത് പറമ്പിൽ നിൽക്കുകയാണ്, അവരുടെ പറമ്പിൽ നടുക്കെങ്ങനെ നിൽക്കുന്ന സംഭവമാണ്. വല്ല അരികെ വല്ലതും ആണെങ്കിൽ നമുക്ക് പറയാം, ഗസ് ചെയ്യാം, ഇത് വീഴുമെങ്കിൽ ഇങ്ങോട്ട് വീഴും. അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത്, പക്ഷേ ഇത് ഉറഞ്ഞു നിൽക്കണ കാരണം അദ്ദേഹം പറഞ്ഞ് കമ്പി ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പി ഇട്ട് കൊടുത്ത്, കമ്പി ഇട്ട് വലിച്ച് കെട്ടി. പക്ഷേ കാറ്റ് വന്നപ്പോൾ കമ്പി പൊട്ടിപ്പോയി. അപ്പോൾ കുറച്ചുകൂടി ചാഞ്ഞ സാധനം. അപ്പോൾ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴും മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ വെക്കാൻ പോണത് ഇതാണ് ഒരു കാര്യം, ഈ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കാൻ പോകുമ്പോൾ ഞാൻ ആഞ്ഞിലിയുടെ കാര്യമാണ് വെക്കണമെന്ന് പറഞ്ഞു. വെക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പുള്ളി വെച്ചില്ല. വെച്ചാൽ എഴുതാൻ പോകുകയായിരുന്നു. എഴുതാൻ മുമ്പ് ആ സെക്കൻഡിൽ തന്നെ ഈ പറമ്പുകാരൻ പുള്ളി വിളിക്കും, ആവശ്യപ്പെട്ടാ ഞാൻ ഈ സാധനം വെട്ടി കേട്ടോ എന്ന് പറയും. അത്രയും സ്പീഡാണിത്. ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം. ഉടമ്പടി ഇത്രയുമാണ് സ്പീഡായിട്ട് നിൽക്കണമെന്ന് ഓർത്തേക്കണം. ഇതെല്ലാം മാതാവ് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളാണ്. ഒരു വഴക്കൊഴിവാക്കി, ഒരു ദൈവം ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. ഇപ്പോൾ ആൾക്കാർ ഇംഗ്ലീഷ് മരുന്ന് അധികം കഴിക്കുന്നതിന് ചിലർ കഴിപ്പിക്കാത്തത്. ഡോക്ടർമാരാണെങ്കിൽ നഴ്സുമാരും ഒരിക്കലും, ഇപ്പോൾ പണ്ട് ഇവിടെ ഒരു നേഴ്സ് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമായിരുന്നു. അവർ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ രോഗവും ക്ഷീണമൊക്കെ എന്നോട് പറയും. അവരൊക്കെ കുവൈറ്റിലെ നേഴ്സാണ്. എപ്പോഴും പറയും, ഞാനിപ്പം ഈ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണു, അതിന് എത്ര കൊടുത്ത് കൊച്ചിൻ്റെ അവസ്ഥ ഇങ്ങനെ. അപ്പം ഞാനോടത്ത് ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ രണ്ട് വലിയ പിശാചാര സാധനമാണെന്നാണ്. അവർക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം. അത് കാരണം ഒരു ഗുളിക കൊടുക്കാൻ പോലും അവർ തയ്യാറല്ല. പക്ഷെ കൊച്ചിനാണ് ക്ഷീണം മാറണമില്ല. കാര്യം എന്താ, ഈ ഗുളികയുടെ സൈഡ് എഫക്ട്സൊക്കെ നേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അത് കൊടുക്കാൻ മനസ്സില്ല, പക്ഷെ കൊച്ചു നന്നാകണമില്ല.
ഒരു 10-20 വർഷം മുമ്പുള്ളതാണ്. ഇന്നാൾ ആ കൊച്ചു വന്നായിരുന്നു ഇവിടെ, മുട്ടിക്കനായിട്ട് ഒരു ജോലിയൊക്കെ കിട്ടി അവൻ വന്നായിരുന്നു ഇവിടെ. പണ്ട് അമ്മയുടെ അരയിരുന്ന് വന്ന കക്ഷിയാണ്. അപ്പോൾ എന്നാലും അതുപോലെ തന്നെയാണ് ഈ സൈഡ് ഇഫക്ട്സ്. ദൈവം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ ഉടക്കുകയോ വൈരാഗ്യങ്ങളുണ്ടാകുകയോ. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നൊരു വിഷയം, പകുതി ദൈവവും നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, പകുതി ദൈവവും പകുതി ഭൗതിക മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അല്ലാതെ ദൈവരാജ്യത്തിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ദൈവരാജ്യത്ത് തന്നെ. ഇപ്പോൾ ദൈവരാജ്യത്ത് തന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളെല്ലാത്തിനേക്കാളും, അതായത് ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാര്യം ഉടമ്പടിയിൽ ആദ്യം പറഞ്ഞത് എന്താണ്? അവൻ പറഞ്ഞ പോലെ ചെയ്യുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യ പൈതലെന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും തന്നെ ദൈവരാജ്യം ഉപയോഗിക്കും. ഈ പുതുമനയുടെ സാക്ഷ്യത്തിൽ വേറെ ഒരു സാക്ഷ്യമുണ്ട്. വേറെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് മഹദിന് കുർബാന സ്വീകരിക്കാൻ പറ്റണില്ല. കുർബാന സ്വീകരിക്കാൻ പറ്റണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആരും സാമ്പത്തികമായി ചതിച്ചു. സാമ്പത്തികമായി ചതിച്ച കാരണം അയാളോട് കടുത്ത വൈരാഗ്യം. ഇപ്പം കടുത്ത ബുദ്ധിയും ബോധം ഉള്ളവൻ, ദൈവത്തിന് അറിയാവുന്നവൻ കടുത്ത വൈരാഗ്യം ഉണ്ടെങ്കിൽ അവൻ കുർബാന സ്വീകരിക്കത്തില്ല. അലപരാധികൾ എവിടുന്ന് എന്തെല്ലാം വൈരാഗ്യം ഉണ്ടെങ്കിലും കുർബാന സ്വീകരിക്കും. അവിടെ നാശകോടാലി അവർ തന്നെ പാനം ചെയ്യും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നവൻ ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ ആരാധന. 1 Korinthos 11:29. 1 Korinthos 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം കുർബാന സ്വീകരിക്കുമ്പോൾ. അതുകൊണ്ട് ഇവിടെ മനസ്താപണമൊക്കെ ചെല്ലിച്ച് കുറേ ഉപദേശങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് കുർബാന കൊടുക്കുന്നത് കൃപാസനത്തിൽ. പക്ഷെ എന്നാലും ചിലർ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും അവനെ പാപാവസ്ഥയിലും കുർബാന സ്വീകരിക്കും. അപ്പോൾ ഒരു ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു 7 പോയിൻ്റ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അയോഗ്യത കുർബാന സ്വീകരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ അത് 3 പോയിൻ്റായിട്ട് റിഡ്യൂസ് ചെയ്യും. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറയും. നമ്മൾ സിവിൽ പോയിൻ്റ് കുറഞ്ഞുമ്പോൾ ലോകം കിട്ടത്തില്ലല്ല. അതുപോലെ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറഞ്ഞാൽ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. കാര്യം വൈരാഗ്യത്തിൽ നിങ്ങൾ കുർബാന സ്വീകരിച്ചു, പകയിലും വിദ്വേഷത്തിലും കുർബാന സ്വീകരിച്ചു. വീട്ടിൽ മിണ്ടത്തില്ല ഭർത്താവിനോടും അല്ലെങ്കിൽ ഭാര്യയോടും, പക്ഷേ കുർബാന സ്വീകരിക്കും. അതാണ് വിഷയം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നത് നിസ്സാര കാര്യമായിട്ടല്ല. കാര്യം കൃപ എന്താണ് കർത്താവിൻ്റെ ശരീരമെന്ന് വിവേചിക്കാതെയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് അവർ വന്ന് കുർബാന സ്വീകരിച്ച് നാട്ടുകാരെ കാണിക്കും. അപ്പോൾ നാട്ടുകാരെ കാണിക്കുമ്പോൾ ഞാൻ ഭക്തനാണ്, വിശ്വാസിയാണെന്നതും ഇവർ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എന്തോ ഓരോ അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്, കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ കുർബാന പങ്കെടുക്കാത്തതിന് തുല്യമാണെന്നൊക്കെ പറയും. പക്ഷേ അത് അച്ഛന്മാർ പറഞ്ഞിരിക്കണത് എന്താ കാര്യം? കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധിയോടെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ പറയണത്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധിയോടെ യോഗ്യതയോടുകൂടി നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ അറിഞ്ഞ് ആരാധിച്ച് സ്നേഹിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ
ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭയങ്കര അങ്ങനെ ഞാൻ എല്ലാം മാതാവിൻ്റെ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. പിന്നെ പത്രമൊക്കെ എനിക്കിവിടെ വരാൻ പറ്റില്ലായിരുന്നു. ഫുൾ റെസ്റ്റാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങും പോകാൻ പാടില്ല, ഒരു വീടിൻ്റെ ഈ സ്റ്റെപ്പ് പോലും ഇറങ്ങരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത്രയ്ക്ക് ഒന്ന് കുനിയാൻ പോലും പാടില്ല. അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിച്ചാണ് എൻ്റെ മോനെ എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്കിവിടെ യാത്ര ചെയ്യാനൊന്നും പാടില്ലാത്തതുകൊണ്ട് ഞാൻ ബ്രദറിനെ വിട്ട് ഇവിടുന്ന് ഈ പത്രം വാങ്ങിക്കുമായിരുന്നു. പത്രം വാങ്ങിച്ച് എൻ്റെ മമ്മി അവിടെ ഇവിടെയൊക്കെ കൊടുത്തുമായിരുന്നു. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഉപവാസം കൊടുക്കാനൊന്നും സത്യം പറഞ്ഞാൽ പറ്റൂലായിരുന്നു. എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് കഴിക്കണ്ടേ. പിന്നെ എപ്പോഴും ഛർദിയും അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പള്ളിയിലൊക്കെ ഇടയ്ക്ക് പറ്റുന്ന പോലെ ഈ റെസ്റ്റൊക്കെ കഴിഞ്ഞ സമയത്ത് പള്ളിയിലൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. എൻ്റെ മാതാവ് എന്നെ ഒത്തിരി സഹായിച്ചു. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അങ്ങനെ എനിക്കിപ്പോൾ 2 ആൺമക്കളായി. ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു. എല്ലാവർക്കും മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും തരും. മാതാവിന് ഒത്തിരി നന്ദി. പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായ ഈ അൽത്താരിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോഷി, ഇതെൻ്റെ ഭാര്യ ആൻസി. ഞങ്ങൾ പാലാ രൂപതയിലെ തുരുത്തിപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. 2022 നവംബർ മാസം ആദ്യമാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുള്ള കാരണം 2022 ഒക്ടോബറിൽ ആൻസിയുടെ ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പ് പോലെ ഉണ്ടായി. അത് ഞങ്ങൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. പരിശോധിച്ചപ്പോൾ അത് ക്യാൻസറാണെന്ന് മനസ്സിലായി. ആ സമയത്ത് സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. കാരണം ഞാനൊരു കർഷകനാണ്. കൃഷിനാശം മൂലം സാമ്പത്തിക നഷ്ടം, വളരെ സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ഈ അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ആകെ തകർന്നുപോയി. ഇങ്ങനെ ആ സമയത്താണ് യൂട്യൂബിലൂടെ ഈ കൃപാസന മാതാവിനെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. എന്തായാലും ക്യാൻസറാണെന്ന് അറിഞ്ഞ് അവിടെ അഡ്മിറ്റാക്കി പിറ്റേ ആഴ്ചയിൽ ഇവളുടെ സർജറി നടന്നു. അപ്പോൾ ഡോക്ടർ 8 കീമോയും 20 റേഡിയേഷനും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇവൾക്ക് കീമോ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഇവളെയും കൂട്ടി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പോയി. പിറ്റേ ദിവസം ഇവൾക്ക് കീമോ ആരംഭിച്ചു. മാതാവിനോടുള്ള പ്രാർത്ഥനയോട് മാതാവിനെ മുറുകെ പിടിച്ചതുകൊണ്ട് ഇവൾക്ക് കീമോ ചെയ്തുകൊണ്ടുള്ള വലിയ ക്ഷീണങ്ങളോ അതിൻ്റെ വലിയ സൈഡ് എഫക്റ്റൊന്നും ഉണ്ടായില്ല. അതൊക്കെ അവർക്ക് തരണം ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ ഈ ഉടമ്പടി തൈലവും മാതാവിൻ്റെ കാശുരൂപവും ഒക്കെ വച്ച് പ്രാർത്ഥിച്ചും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. സാമ്പത്തികമായി ആ സമയത്ത് എൻ്റെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല, എൻ്റെ സഹോദരങ്ങളും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുമിത്രാദികളെല്ലാവരുമായിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള പൈസ എന്ന് വെച്ചാൽ ഇവളുടെ ചികിത്സയ്ക്ക് ചിലവായാൽ 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ടതായിട്ട് വന്നില്ല. അതുപോലെ ആ പൈസ എല്ലാം അത് കറക്റ്റ് സമയത്ത് എല്ലാത്തിനുള്ള പൈസ ആ കറക്റ്റ് സമയത്ത് മാതാവ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാതാവിനോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. അതുപോലെ മാതാവിൻ്റെ ഈ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു വലിയ കാര്യം എനിക്ക് ആദ്യം സാധിച്ചു കിട്ടി. അതായത് എൻ്റെ കൈയുടെ വിരലിൻ്റെ സൈഡിൽ അരിമ്പാറ പോലുള്ളൊരു വളർച്ച ഉണ്ടായിരുന്നു. അത് ഇവർക്ക് ഈ അസുഖം ഉണ്ടാകുന്നതിന് മുമ്പ് അത് കണ്ടതാണ്. അപ്പോൾ അതിങ്ങനെ കൈ കൊട്ടി പിടിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു അതിന്. അപ്പോൾ ഞാനതിങ്ങനെ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ഓയിൽമെൻറ്റും അതൊക്കെ പുരട്ടി, എന്നിട്ട് അതൊന്നും കുറഞ്ഞില്ല. അവസാനം ഡോക്ടർ പറഞ്ഞത് ഈ കുഴിച്ച് എടുത്ത് കളയണം എന്ന് പറഞ്ഞു. അതങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവർക്ക് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും വലിയ ചിന്തിച്ചില്ല. അത് വേദന വലിയ കാര്യമായിട്ട് എടുത്തില്ല.
ഞാൻ ഈ മാതാവിൻ്റെ ഈ തൈലം ഞാൻ എന്നും വൈകിട്ട് കിടക്കാൻ നേരത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ കരിമ്പാറയിൽ ഇങ്ങനെ തൂക്കുമായിരുന്നു. പക്ഷെ അത് മാഞ്ഞു പോകുന്നുണ്ടോ അല്ല ഇത് കുറവുണ്ടാകുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷേ എങ്ങനെയായാലും ഒരു 10-15 ദിവസം കഴിഞ്ഞ് ഞാനിത് അവിചാരിതം വരുന്നത് ശ്രദ്ധിക്കുമ്പം എൻ്റെ അത് ആ ഒരു അരിമ്പാറ പോലെ ഇരുന്ന ആ ഒരു വളർച്ച എൻ്റെ കയ്യിലില്ല. അത് പൂർണ്ണമായിട്ടും മാറി. ഒരു പാട് പോലും അവശേഷിക്കാതെ പൂർണ്ണമായിട്ടും മാറി. അത് മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പെങ്ങളുടെ കുട്ടിക്ക് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന എൻ്റെ പെങ്ങളുടെ കുട്ടിക്ക് PR ലഭിച്ചില്ലായിരുന്നു. ആ ആവശ്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 3 മാസത്തിനുള്ളിൽ അവൾക്ക് PR ലഭിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചും മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. പിന്നെ എനിക്കൊരു സ്ഥിരവരുമാനമില്ലായിരുന്നു. കൃഷി കൊണ്ടാണ് ഞാൻ നടന്നിരുന്നത്. പെട്ടെന്ന് എനിക്കൊരു ഓട്ടോറിക്ഷ എടുക്കുന്നതിന് ഒരു മാസത്തിനുള്ളിൽ ഓട്ടോറിക്ഷ എടുക്കുന്ന ഒരു ലോൺ പാസ്സായി. പെട്ടെന്ന് എനിക്കൊരു ഓട്ടോറിക്ഷ കിട്ടി. അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതിനുള്ള നന്ദിയായിട്ട് ഞാൻ എൻ്റെ ആ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ ഈ കൃപാസനത്തിൽ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ചെറിയ വണ്ടിക്കൂലി മാത്രം മേടിച്ചുകൊണ്ട് ആൾക്കാരെ ഞാനിവിടെ കൊണ്ടുവന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയും ആവശ്യക്കാരെ ഞാനിങ്ങനെ ഇവിടെ കൊണ്ടുവരും. അത് ഞാൻ മാതാവിനുള്ള നന്ദിയായിട്ടാണ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് വൈക്കം ഗവൺമെൻറ് ആശുപത്രിയിലെ എല്ലാ വാർഡുകളിലൂടെ കയറി ഇറങ്ങി രോഗികളെ കണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം പലരും സന്തോഷത്തോടെ മേടിക്കാറുണ്ട്, പലരും വേണ്ടെന്ന് പറയും. എന്നെ അവഹേളിച്ച് വിട്ടവരുമുണ്ട്. പക്ഷേ അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, കാര്യമാക്കി എടുക്കുന്നില്ല. ഇന്നിപ്പം മേടിച്ച പേപ്പറും ഞാൻ അവിടെ തന്നെയാണ് കൊണ്ടു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ധ്യാനം എല്ലാം മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് വളരെയേറെ വ്യത്യാസമുണ്ടായി. കാരണം ഞാൻ പേരിലൊരു ക്രിസ്ത്യാനി എന്നുണ്ടായിരുന്നുള്ളൂ. കാരണം വെച്ചാൽ ഞായറാഴ്ച ദിവസം മാത്രം വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ പോകും, കുർബാന കാണുന്നുള്ളതല്ലാണ്ട് അതുപോലെ വർഷം കറക്റ്റായിട്ട് വർഷാവർഷമുള്ള കുമ്പസാരം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഞായറാഴ്ചയും ആദ്യമേ തന്നെ പള്ളിയിൽ കുർബാനയ്ക്ക് മുമ്പ് സപ്രാ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പേ പള്ളിയിൽ പോവും, കുർബാന കാണും. ഏറിയാൽ ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ കുമ്പസാരിക്കും, കുർബാന കൈക്കൊള്ളും. അങ്ങനെ ആത്മീയമായിട്ട് ഒത്തിരിയേറെ യേശുവുമായിട്ട് അടുക്കാൻ സാധിച്ചു. അതിനുള്ളൊരു നിമിത്തവും കൂടിയായി ഞാൻ ഇവളുടെ അസുഖത്തെ കാണുന്നു. ഞങ്ങളെ യേശുവുമായിട്ടും മാതാവുമായിട്ടും കൂടുതൽ അടുപ്പിക്കാനുള്ളൊരു നിമിത്തമായിട്ടാണ് ഞാനിപ്പോൾ അത് കാണുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ ഈ രോഗികളെ കാണുമ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി സഹായിക്കാൻ സാധിക്കില്ല. എങ്കിലും ഞാൻ ഒരു നേരത്തെ ഭക്ഷണത്തിലുള്ള പൈസയെങ്കിലും പലർക്കും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ തീർത്ത് മേലാത്ത രോഗികളെ എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഞാൻ പൈസ ഒന്നും വാങ്ങിക്കാതെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ വീണ്ടും പല കാര്യങ്ങളും ഞാൻ ഇപ്പോൾ നിയോഗത്തിൽ വെച്ചിട്ടുണ്ട്, എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും. അതുപോലെ ഇവർക്ക് ഈ അസുഖമായി കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാലുള്ള ഒരു കുടുംബത്തിന് തകർച്ച അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ 6ാമത്തെ നിയോഗം ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ 6ാമത്തെ നിയോഗം ഇതുപോലെ മാരകമായ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഉള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ അപ്പം ഇതുപോലെ നിരവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ആദ്യം തന്നെ അമ്മ മാതാവ് ഇയാൾത്താടിയെ പ്രത്യക്ഷപ്പെട്ട് എനിക്കിവിടെ വരാൻ കഴിഞ്ഞ് സാക്ഷ്യം ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ മോള്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 നവംബർ 11-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളിൽ ചിലത് നിറവേറി. അത് സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ സാക്ഷ്യം. എൻ്റെ മകൾ അക്കാദമിക്കൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു, 94% മാർക്കുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവൾ PT എക്സാം എഴുതിയത്. ആ എക്സാം 2 വട്ടം എഴുതി, കിട്ടിയില്ല. 3-ാം വട്ടം എഴുതി, അപ്പോഴും 1 മാർക്കിന് പോയി. അത് അവൾക്ക് ഭയങ്കര വേദനാജനകമായിരുന്നു. പക്ഷേ അമ്മ മാതാവ് നമ്മളെ കൈവിടുന്നുള്ള പ്രതീക്ഷ ഇല്ല. ദൈവം സഹായിക്കും, മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച് വീണ്ടും നമ്മൾ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തു.
അങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് വന്നപ്പോൾ ഒന്നിനും ഒരു തീരുമാനം ഇല്ല എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ നമ്മൾ ആ രാജ്യത്തേക്ക് പോകാനായിട്ട് എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തതാണ്. ഒരു മാർക്കിൻ്റെ ബേസിലാണ് ഓൾറെഡി പോയത്. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ഇരിക്കേണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് അവർ പറഞ്ഞത് പരീക്ഷയിൽ നമുക്ക് 7 വേണം എന്നെങ്കിൽ മാത്രം തന്നെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് അത് പോകാൻ പറ്റിയില്ല. ലാസ്റ്റ് അവരൊരു റീസൺ നമ്മളെ അടുത്ത് പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ടാക്സ് 1 വർഷത്തെ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ, ശരിക്കും 3 വർഷത്തെ കാണിക്കണം. ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്കത് കാണിക്കാനൊരു നിർവാഹമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇത് ക്യാൻസൽ ചെയ്യുകയായിരുന്നു. പിന്നെ വീണ്ടും വേറെ രാജ്യത്തേക്ക് പോകാനായിട്ട് അതൊരു മോഹമായിരുന്നു, പുറത്ത് പോകാമെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി UK ട്രൈ ചെയ്തു. അവരുടെ ഇതിൽ ആദ്യം അവർ ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 5 ഇൻ്റർവ്യൂ പാസ്സായി. അവരുടേതായ എക്സാം വേറെ ഉണ്ടായിരുന്നു. അതിലും അവർ നിസ്സാരമായ മാർക്കിനാണ് അവൾക്ക് ഫെയിലാവേണ്ടി വന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 1.5 വർഷം അവളുടെ നഷ്ടപ്പെട്ടു. അത് അവൾക്ക് ഭയങ്കര വിഷമാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ട, ഇനി ദൈവം നമുക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു തീരുമാനം ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ നടക്കുകയുള്ളൂ. നമ്മൾ ഒന്നും നാശത്തിന് വരുത്തില്ല, ഒക്കെ ക്ഷേമത്തിന് വരുത്തുള്ളൂ. അപ്പോൾ നമുക്ക് നാട്ടിൽ പഠിക്കാം. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഉടമ്പടി ധ്യാനം നടക്കുന്നതിന് മുമ്പ് അമ്മ മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് ബാംഗ്ലൂരിൽ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ഒരു സീറ്റ് എൻ്റെ മോൾക്ക് കിട്ടി. അതുമാത്രമല്ല, അത് കിട്ടിയത് പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളുടെ വികാരിയച്ഛൻ, ഇടവക വികാരിയച്ഛൻ മുഖേനയാണ് ഈ സീറ്റ് നമുക്ക് ലഭിച്ചത്. സെപ്റ്റംബർ 2nd വീക്കിന് അവിടെ ക്ലാസ് തുടങ്ങും. എൻ്റെ മോൾ അവിടെ പോവാണ്. എല്ലാവരും എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തത് എൻ്റെ മകന് വേണ്ടിയാണ്. അവനും നന്നായി പഠിക്കുന്ന കുട്ടിയൊക്കെ തന്നെയാണ്. പക്ഷെ അവനും 10ാം ക്ലാസ്സിലായാലും +1 അവന് നല്ല മാർക്ക് തന്ന് പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ചു. മൂന്നാമത് ഹസ്ബൻഡിൻ്റെ പെങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യുമായിരുന്നു. അത് ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര പേടിയാണ്. അത്രയും വിഷമമുള്ള ഒരു പാവമുള്ള ഒരു ചേച്ചിയാണ്. പക്ഷേ പുള്ളി ഭയങ്കര വിഷമസ്ഥിതിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അൺകോൺഷ്യസായി. 13 ക്രിയാറ്റിൻ, ക്രിറ്റിക്കൽ സ്റ്റേജായിരുന്നു. ഡോക്ടർ പറഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് ഡയാലിസിസ് വേണം. അങ്ങനെ 2 ഡയാലിസിസ് ബ്ലഡിൻ്റെ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് കാഴ്ച കാണാൻ വയ്യ മാതാവേ, എന്തായാലും ഈ ചേച്ചിയെ അത് കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. അപ്പോൾ ഈ ചേച്ചിക്ക് വെള്ളത്തിൻ്റെ ആയാലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളൊരു ഡയാലിസിസ് ആയാലും നമുക്കത് ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു വഴി മാതാവ് ഒരുക്കി തരണം എന്ന് പറഞ്ഞു. ഇപ്പോൾ വീട്ടിലാണ് ചേച്ചി ഡയാലിസിസ് ചെയ്യണത്. പിന്നെ എൻ്റെ കാലിൽ നീര് ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ പോവും. എനിക്ക് ലോങ്ങൊന്നും അങ്ങനെ യാത്ര ചെയ്യണോണ്ട് ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് നാളായിട്ട് ഇവിടെ വരുവായാലും പ്രേക്ഷിത പ്രവർത്തനത്തിന് പോവായാലും ഒക്കെ കാലുമ്പോൾ നല്ല നീര് വരുമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിക്കും, മാതാവേ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യണം, എന്നെ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാതാവ് ശരിക്കും എനിക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കുമ്പോഴായാലും എപ്പോഴായാലും മാതാവ് എന്നെ സഹായിച്ച് നീരൊക്കെ പോയി. എത്ര നീരുണ്ടെങ്കിലും ഞാൻ പേപ്പർ കൊടുക്കാനും പ്രേക്ഷിത പ്രവർത്തനം ഒന്നും ചെയ്യാൻ ഞാൻ മടിക്കില്ല. എത്ര പെരുവയലത്തായാലും എത്ര മഴയുണ്ടെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് ചെവിയിൽ ഒരു 14 വർഷമായിട്ട് എനിക്ക് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നുണ്ടായിരുന്നു.
അത് ഒരു നല്ലൊരു പ്രൊഫസറൊക്കെയാണ് സർജറിയൊക്കെ ചെയ്തെങ്കിലും പുള്ളി സർജറി ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് വെള്ളം ഡിസ്ചാർജായി വന്നു. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യാന്നുള്ളൂ, പക്ഷേ ഇത് മാറിയ ചരിത്രമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പൈസയും ചിലവാക്കി ഒരു ഇതും ഉണ്ടായില്ലല്ലോ മാതാവേ എന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു. പക്ഷേ